ഫുള്ള് സ്റ്റെപ്പാണ്, വിചാരിച്ച മാതിരിയൊന്നുമില്ല. ലഗേജ് ആയിട്ട് കയറി പോകാറഞ്ഞാല് ചെറിയ കാര്യമൊന്നുമല്ല. പാലക്കാട് ഇരുന്ന് भाई ये कितना फीट हाइट है मान ले क्या गिर रहे यार फीट कितना टॉप में कितना हाइट मान ले ഗൈഡുണ്ട്, ഗൈഡിന് എത്ര ഹൈറ്റാന്നുള്ള ഓർമ്മയില്ല. എന്തായാലും കയറുക, നമ്മളെല്ലാവരും കയറി ഒരു മുക്കാഭാഗം കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേ കയറാനുണ്ട്. അത്യാവശ്യം ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. ഓ അത്യാവശ്യം എത്രയോ കയറി വന്ന് താഴത്തുനിന്ന് കയറി വന്നതാ, ഒത്തിരി കയറിക്കണ്. ഇനിയും സ്റ്റെപ്പ് തന്നെ കയറാനല്ല കേട്ടോ. കയറി പോണം, പോയിട്ടേ ഇരിക്കും. ട്രക്കിങ് ഇന്നവിടെ സ്റ്റേ ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു ഇതിൽ പോവുകയാണ് നമ്മൾ. എൻ്റെ ഒരു രസം അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള രസം കാണാൻ വേണ്ടിയിട്ട് പോവുക. ട്രക്കിങ് ഏകദേശം മേലെ കയറി എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയും ഇവിടുന്ന് ഒരുപാട് നടന്നു പോകാനുണ്ട്. ഇനി വെറൈറ്റി ഓരോ സ്ഥലത്ത് കൂടെയാണ് പോകാനുള്ളത്. എന്താ കാഴ്ച ഇവിടുന്ന് നിങ്ങൾ താഴെ കാണണോ? താഴെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഏക് മിനിറ്റ്, ഒരു നിമിഷം. യാ കണ്ടോ എന്താ സ്ഥലം, അടിപൊളി അടിപൊളി അടിപൊളി. താഴത്തുനിന്ന് ഇവിടെ നാട്ടെ നമ്മൾ വന്നത്. ഏ ജഗസേയമായ ഇവിടെ നമ്മൾ വന്നത്. എത്രയോ ഹൈറ്റിലപ്പം നമ്മളുള്ളത്. അടിപൊളി അടിപൊളി. നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ്. ഓക്കെ, അടിപൊളി. മലയാളികളാട്ടോ. ഇവിടെ അതാ ഞാൻ പറഞ്ഞത്, ഈ മലേന്റെ മുകളിൽ എത്തിയപ്പോഴും ഇവിടെയും മലയാളികള്. ഇവിടെയൊക്കെ സ്ഥലം എന്ന് പറയും, സ്ഥലം എന്ന് പറയും കൊച്ചി, മലപ്പുറം, കൊച്ചി കൊച്ചി കൊച്ചി. അത് നമ്മളെ ഗൈഡാണ്. അപ്പോ ഇതാ പറയുന്നത്, ഇപ്പൊ നാഗാലാൻഡിൽ വന്ന് സിക്കി വാലിന്റെ മേലെ മലകൾ ഇങ്ങനെ നിരന്ന് കിടക്കണോടത്ത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാ മലയാളീസിനെ കണ്ട് അത് എഴുതി വെച്ചിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പാലക്കാട് മുകളിൽ ഇനിയും ഉണ്ട്. അപ്പൊ ഇനി അവരും പരിചയപ്പെടാം. ഞാൻ ടെന്റ് അടിക്കില്ല, അങ്ങനെ തിരിക്കാന്ന്. ഓക്കെ, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഞാൻ വിളിക്കാം. നീ എന്തായാലും വിളിക്കണ്ടേ, ഞാൻ കുറച്ച് റേഞ്ച് ഇല്ലല്ലോ ഇപ്പൊ. അങ്ങോട്ടേക്ക് റേഞ്ച് ഉണ്ടാവൂല. നാളെ ഇനി കോയിമലേക്ക് ഞാൻ എത്തുള്ളൂ. ഇവര് എന്റെ കൂടെ വന്ന പയ്യമ്മ 2 ദിവസം 3 ദിവസം ഇവിടെ നിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചോളൂന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ അതിനകത്ത് അടിപൊളിയല്ലേ. അപ്പൊ അതാ ഞാൻ പറയുന്നത്, നമ്മളെ നാട്ടിലുള്ളവരൊക്കെ വരട്ടെ ഇങ്ങോട്ട് ഇതൊക്കെ കണ്ടിട്ട്. അപ്പൊ സോളോ ഒറ്റയ്ക്കുള്ള യാത്ര ഇന്ത്യ മൊത്തം ഒന്ന് കവർ ചെയ്യണമെന്നൊരു സ്വപ്നം. മൊത്തം കവർ ചെയ്യും. ഇപ്പൊ ഞാനിതാ തമിഴ്നാട്, പോണ്ടിച്ചേരി, കർണാടക, തെലുങ്കാന, ആന്ധ്ര, അങ്ങനെ കഴിഞ്ഞിട്ട് ഒഡീസ, പിന്നെ ഛത്തീസ്ഗഡ്, അങ്ങനെ മൊത്തം കവർ ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. അല്ല, മാക്സിമം നമ്മളെ കൊണ്ട് കയ്യിൽ നിന്നാക്കും. ഇപ്പൊ ഞാൻ ഇവിടെ കയറി ഇറങ്ങിയില്ലേ, ഞാൻ അടുത്ത പ്ലാനിങ് എന്താന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയതിന്റെ വെച്ചാൽ ആലോചിക്കും. കാണാൻ എന്തുണ്ടെങ്കിൽ കാണും, പോവും. ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ട് തന്നെ ഒരു 5-6 ദിവസമാണ് നാഗാലാൻഡിലെത്തി. ഞാനൊരു ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ പോയിട്ട് ഒരു ഉള്ളേരിയയിൽ, മലയാളിന്റെ ഉള്ളിൽ ഒരു ഏരിയയിൽ അവരൊരു ഫ്രണ്ടിനെ കിട്ടീനി. അപ്പൊ അവൻ മിലിറ്ററിയിലുള്ള. അപ്പൊ അവന്റെ കൂടെ അവന്റെ വീട്ടിൽ 4 ദിവസം നിന്ന്. അതൊക്കെയാണ് വൈബ്. വേറെ വെറൈറ്റി ഓരോ കൾച്ചർ മൊത്തം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹൈ റൈഡർ നിങ്ങൾക്ക് കാണാം, താഴത്ത് കാണാം. അങ്ങനൊന്നുമില്ല. നമുക്ക് യാത്രകൾ തിരിക്കുക. യാത്ര എന്തായാലും ഫുള്ളാക്കുക. അത് ഒരു കൊല്ലൊന്നും ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ചിലപ്പോ ഒരു കൊല്ലത്തിന് മുന്നേ പോണ്ടിയുണ്ട്, എവിടുന്ന് ഫ്ലൈറ്റ് കിട്ടൂലേ. അങ്ങനെ പോവാന്ന് ഉദ്ദേശിച്ചല്ല, പക്ഷെ സാഹചര്യമാണ്. വേണമെങ്കിൽ പോണം. പക്ഷേ ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, നാട്ടിലുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പൊ യാത്ര തുടർന്നുകൊണ്ടിരിക്കണ്. ഇന്ത്യ കഴിഞ്ഞിട്ട് ഏഷ്യ ഫുള്ള് കവർ ചെയ്യട്ടെ. പക്ക, അതിനൊക്കെ വിധി വരട്ടെ. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഇൻസ്റ്റയിലും യൂട്യൂബൊക്കെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇത് നമ്മളെ ഭായിമാര്, ഇവരെ കാരണം ഇപ്പൊ ഞാൻ ഇവിടെ എത്തിപ്പെട്ടു. ഓക്കെ, എന്നാല് ശരി. ഓക്കെ, താങ്ക് യു.
സിക്കി വാലി സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാഴ്ച കാണാനാണ് എല്ലാവരും ഇവിടെ എത്തുന്നത്. ഇവിടുന്ന് താഴോട്ട് കാണുന്ന കാഴ്ച. ഓക്കെ, പോയി നോക്കാം. നമ്മൾ ഇവിടെ സ്ഥലത്ത് സ്പോട്ടിലെത്തിയിട്ടോ. നമ്മളെ പയ്യന്മാരിതാ ടെൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് 5 ആൾക്ക് കിടക്കാൻ കഴിയുന്നു. എനിക്ക് തോന്നുന്നില്ല അതിനുള്ള 5 ആൾക്ക് കിടക്കാൻ കഴിയുന്നു. 4 ആൾക്ക് കിടക്കാൻ കഴിയുള്ളൂ. ചെറിയ ടെൻ്റാ. ഒരു 5 ആൾക്ക് കിടക്കാൻ കഴിയും. അതിനുള്ളിൽ 5 ആൾക്ക് കിടക്കാൻ അട്ടിക്കിടേണ്ടി വരും. ഞാൻ തൽക്കാലം ഇവിടെ ഡോർമെറ്ററി എടുക്കാം, അതാണ് നല്ലത്. എന്താ കാറ്റ്, എന്താ വൈബ്, എല്ലാത്തെയും അടിപൊളി 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 സ്ഥലം കേട്ടോ. ഇവിടെ ഒരു ടീം റെൻറ്റിന് എടുത്തതാണ്. അവർ റെൻറ്റിന് എടുത്തിട്ട് അവർ ഇപ്പോൾ ഓരോ ടെൻ്റ് അടിച്ച് ഇവിടെ നിൽക്കുന്നതിന് നമ്മൾ ടെൻ്റ് അടിക്കുകയാണെങ്കിലും ശരി ഒരാൾക്ക് 100 ഉറുപ്പിക കൊടുക്കാൻ. അങ്ങനെ ഓരോരോ ഇതാണ്. അല്ല ഓല ടെൻ്റതാ, അതിൽ കിടക്കണ ഒരാൾക്ക് 3 ആൾക്ക് കിടക്കാം. 3 ആൾക്ക് കിടക്കുന്നതിന് 1000 ഉറുപ്പിക. അല്ലാതെ വില ഉള്ളിൽ ഡോർമെറ്ററി ഉണ്ട്. ഡോർമെറ്ററിക്ക് 300 ഉറുപ്പിക. അപ്പം ഞാൻ ഇങ്ങനെ യാത്രക്കാരനാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 200 തരാറുണ്ട്. അല്ലാതെ ഇവിടെ ഹോം സ്റ്റേ ആയിട്ട് വേറെ ഉണ്ട്, അതിന് ഒരാൾക്ക് 1000 ഉറുപ്പിക. അങ്ങനെ പല സെറ്റപ്പുകളും ഉണ്ട്. പിന്നെ മാഗി കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് റേറ്റാണ്. ഒരു ദിവസം ഇവിടെ വന്ന് നിൽക്കാറുമ്പോൾ ഒരു വൈബല്ലേ, വല്ലാത്ത മതി. ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് വരുന്നത് ഈ ഒരു കാഴ്ച കാണാനാണ്. ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഫോണിൽ കൂടെ കണ്ടിട്ടും കാര്യമില്ല, ഡയറക്റ്റ് തന്നെ കാണണം. മലനിരകൾ ഇങ്ങനെ നിരന്ന് ഇങ്ങനെ കിടക്കുന്നത് കാഴ്ച. ഈ കാഴ്ച കാണാനും ഇവിടുത്തെ ക്ലൈമറ്റ് ആസ്വദിക്കാനാണ് ഇത്രയും പേര് ഇവിടെ എത്തുന്നത്. എന്താണെന്നറിയോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടുന്ന് കാണുന്ന ഈ നിരപ്പുണ്ടല്ലോ, അത് നേരിട്ട് തന്നെ കാണണം. നമ്മളെന്തായാലും നാഗാലാൻഡ് വരുമ്പോൾ ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്യും, സിക്കി വാലി. അതൊരു കാഴ്ച തന്നെ. അവിടേക്കൊക്കെ ട്രെക്ക് ചെയ്ത് പോവാം. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, എനിക്ക് കാലിന് ചെറിയൊരു വേദന വന്നിട്ട് പറ്റിയില്ല. എന്തായാലും നിങ്ങളെന്തായാലും ഇവിടെ വരണം, ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് ആസ്വദിക്കണം. വരാൻ പറ്റുന്നവർ വരും. അടിപൊളി സൈറ്റാ. എത്രയോ പേര് ഇവിടെ വരുന്നുണ്ട്. അവരൊക്കെ ആസ്വദിച്ചിട്ടാണ് പോകണുള്ളൂ. പ്രത്യേക തരം ക്ലൈമറ്റ് അവിടെ, വല്ലാത്ത മതി. അപ്പോൾ ഇവിടെ നമ്മൾ പോയില്ലായിരുന്നു. ഉണ്ടാകുമ്പോൾ ഇവിടെയും നമ്മൾ ഇപ്പം വന്നു. ഇവിടെ എലിപ്പേഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മൾ എത്തി. കാലിന് വേദന ഉണ്ടായിരുന്നു, നോക്കിയില്ല, പോന്ന്. എന്തായാലും ഇവിടെ വരെ എത്തിയിട്ട് ഇനിയിപ്പോൾ എലിപ്പേഡ് ഇറങ്ങുന്ന സ്ഥലം അവിടെ കണ്ടില്ല. ഇവിടുന്ന് അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞു. എന്തായാലും സംഗതി ശരി തന്നെ. മലൻ്റെ ഒരു മുകളിലാണ്, എല്ലാത്ത ജാതി. അടിപൊളി സൈറ്റാ. കാറ്റും കൂടെ അടിച്ചിട്ട് എന്താല്ലേ സ്ഥലം. ഇവിടുന്ന് താഴോട്ട് കാണുന്ന കാഴ്ചയാണ് കാഴ്ച. അതും പറന്ന് കണ്ടാളെ. ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റിയ സ്ഥലം, അതിനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടില്ല. അത്യാവശ്യമാണെങ്കിൽ വരും ഇങ്ങോട്ട്. ആർക്കെങ്കിലും എന്താ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താല്ലേ അടിപൊളി സ്ഥലമാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല. എന്നാലും കാണുന്ന കാഴ്ച അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ യാ, നമ്മൾ ഇന്നലെ വന്ന വയ്യാട്ടോ അത്. ഒരു സൈഡ് പച്ച, ഒരു സൈഡ് ചുവന്ന് കിടക്കണ ഉണങ്ങി കിടക്കുന്ന സ്ഥലം. എന്താ അല്ലേ, കാഴ്ചകൾ തന്നെ, വല്ലാത്ത ജാതി. ഇവിടെ ഒരു കുരിശുണ്ട്, എന്തായാലും കൊണ്ടുവച്ച്. വല്ലാത്ത ജാതി. നമുക്ക്
ഈ സൈഡ് കൂടി നടന്നു പോകണം. എന്നിട്ട് ഈ മലനങ്ങനെ ചുറ്റണം. 8 കിലോമീറ്റർ. നമ്മളിതാ ഇവിടുന്ന് യാത്ര തിരിക്കുക. ഇവിടുന്ന് നമ്മൾ വിട പറയാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഇനി ഒരു 8 കിലോമീറ്റർ നടക്കുക, പിന്നെ 2 കിലോമീറ്റർ സ്റ്റെപ്പ് ഇറങ്ങുക ട്രക്കിങ്ങിൻ്റെ, പിന്നെ വണ്ടി വരും ഒരു 6 കിലോമീറ്റർ നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടെ വിട പറയാണ്. सिक्की वाली भाई जाएगा ना? जाएगा, अभी रिटर्न जाएगा.